കർത്താവെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ധാരാളമായ അനുഗ്രഹങ്ങളും നന്മകൾ കൊണ്ട് ദാസി നിറയ്ക്കണം പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നിന്റെ വലിയ സംരക്ഷണം പ്രിയപ്പെട്ട ദാസിക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരുമേ, എല്ലാ കാവൽ മാലാഖമാരുമേ ഈ ദാസിക്ക് കാവലായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ആവശ്യങ്ങളും എല്ലാം ഞങ്ങളുടെ പരിശുദ്ധ മാതാവ് വഴിയായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലണമേ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ജന്മമെടുത്ത് 80 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സഭയുടെ ഉത്സാഹപുത്രി ഞങ്ങളുടെ പ്രിയപ്പെട്ട മേരി ടീച്ചർ, ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് അച്ഛ, വികാരി അച്ഛ, പഴകിയ വികാരി അച്ഛ, അഗസ്റ്റിനച്ഛനാണ്. പഴയ വികാരിയായിരുന്നു ഇവിടുത്തെ. മറ്റ് വന്യരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ വീട്ടിലെ മക്കളായ സിമ്മി, സണ്ണി, സോമി, സാലി, അവരുടെ കുടുംബങ്ങളെ, മറ്റ് സഹോദര സഹോദരികളെ, വളരെ സന്തോഷകരമായ ഒരു ദിവസം, അതിൻ്റെ സായം സന്ധ്യയിൽ നാം ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഒരു ദേശത്തെ മണ്ണാണ്. കടമ്പനട്ടയും തോന്നിയാമലയും വലിയ ദൂരമൊന്നുമില്ല. ഞാൻ ഓർക്കുന്നു, ശമ്മാശനായിരിക്കുമ്പോൾ കടമ്പനട്ടയിൽ നിന്ന് നടന്ന് തോന്നിയാമലെ പള്ളിയുടെ ഓല കെട്ടിയ ഷെഡിൽ ചെന്ന് കയറുമ്പോൾ കുപ്പായം പിഴിഞ്ഞെടുക്കത്തക്കതുപോലെ വിയർത്തൊഴിച്ച് അവിടെ നിന്ന് വടക്കേക്കരയച്ചനോടൊത്ത് ശുശ്രൂഷ നടത്തി തിരിച്ചു വന്നിട്ടുള്ള ദിവസങ്ങൾ, ആശ്രയം അവിടുത്തെ അപ്പച്ചൻ കുട്ടിച്ചായൻ മാത്രമായിരുന്നു. അമ്മച്ചിയും ഭക്ഷണം തന്നു ഞങ്ങളെ തീറ്റി തൃപ്തിപ്പെടുത്തി വീണ്ടും കടമ്പനട്ടയിലേക്ക് വഴി നടന്ന് അയക്കുന്നു. അപ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട വീട്ടിലെ മേരിക്കുട്ടി ടീച്ചർ ഞങ്ങൾക്കൊക്കെയും വളരെ പ്രിയപ്പെട്ട ഒരമ്മ, എന്നും ഉത്സാഹമായിട്ട് തന്നെ സഭയുടെ മുമ്പിൽ കാണപ്പെടുന്ന ഒരമ്മ, ഈ മക്കളെയൊക്കെയും വളർത്തിയെടുത്ത് ഞങ്ങളൊക്കെ ഇവരുടെയൊക്കെ വീട്ടിൽ പോയിട്ടാണ് അമേരിക്കയിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത്. സത്യമാണ്. സായിപ്പിന്റെ ഭക്ഷണം കഴിച്ചാൽ നിറയത്തില്ലല്ലോ, കഴിക്കാൻ തോന്നത്തില്ല. എൻ്റെ ഏറ്റവും അടുത്ത വീടായിരുന്നു സണ്ണിയുടെ വീട്. സോമിയുടെ വീട്ടിൽ ചിലപ്പോഴൊക്കെ പോകും. ടെക്സാസിൽ സഹോദര വീട്ടിൽ പോകുമ്പോൾ മൂത്ത സിമ്മിയുടെ വീട്ടിലും പോയി ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് സഹകരിക്കുകയും ചെയ്യും. സാലിയുടെ വീട് മാത്രമേ ഉള്ളൂ പോകാത്ത. അത് ന്യൂജേഴ്സിയിലാണെന്ന് തോന്നുന്നു. അത്രമാത്രം അടുത്ത ഒരു സ്നേഹബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യച്ചനും ബന്ധുവൊക്കെയായ ബഹുമാനപ്പെട്ട തുണ്ടിയത്തച്ഛനും ഒക്കെ ഇവിടെ ഇരിക്കുന്ന ഓരോ വൈദികരും. ഞാനീ പറഞ്ഞത് ധാരാളം വർഷങ്ങളായിട്ട് ഈ കുടുംബവുമായി ഈ ടീച്ചറുമൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ സ്നേഹബന്ധത്തിൻ്റെ ഉടമകളാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ വൈദികനായി ശുശ്രൂഷ ചെയ്യുന്ന കാലത്താണ് ഈ മേരിക്കുട്ടി ടീച്ചറും ശമുവേൽ സാറും ഫിലഡൽഫിയയിൽ ഉണ്ടായിരുന്നത്. സാറ് രോഗിയായി ചികിത്സ നടത്തി ദൈവം തന്നെ വിളിച്ചപ്പോൾ
അദ്ദേഹത്തിൻ്റെ കബറടക്ക ശുശ്രൂഷ വരെ നടത്തുന്നതിനും ഒക്കെയും എനിക്ക് അവസരം ലഭിച്ചത് ഞാൻ ഓർക്കുകയാണ്. ആ കുടുംബത്തോട് അന്ന് മുതൽ ഇന്ന് വരെയും ഒരു വലിയ ബന്ധം, വ്യക്തിപരമായ ബന്ധം നടത്തുന്നതിനും പുലർത്തുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും. അതിന് കാരണം മേരി ടീച്ചർ തന്നെ. നമ്മുടെ മലങ്കര സഭയുടെ പ്രസ്ഥാനത്തിൽ ഈ പുനലൂര് എന്ന് മാത്രമല്ല, എവിടെയൊക്കെ താൻ പോകുന്നുവോ അവിടെയൊക്കെയും വലിയ ഒരു ക്രിസ്തീയ സന്ദേശവുമായിട്ടാണല്ലോ കർത്താവ് യേശു ക്രിസ്തുവിനെ കൊടുക്കുവാനുള്ള വലിയ ദാഹം. ഇങ്ങനെ ഈ പുനലൂരിൽ വരുന്നതിനും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ചൗമേലി സാർ ഇവിടെ വന്നത്? സാർ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ടീച്ചർ ഇവിടെയായിരുന്നു. രണ്ടുപേരും ഒന്നിച്ച് ഇവിടെ കൂടി, ഇവിടെ വെച്ച് മക്കളെ വളർത്തി, മക്കളെല്ലാം ഇട്ടേച്ചു പോയി. ഇനി ഈ അമ്മ 80-ാമത്തെ വയസ്സിൽ എങ്ങനെ തപ്പി തടഞ്ഞ് അങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ വരണമെന്ന് പറഞ്ഞെങ്കിലും വരാൻ അത് സാധ്യമാകത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോകാൻ ആരോഗ്യമുണ്ടെങ്കിൽ പോകാം. 80 വർഷങ്ങൾ വളരെ ആരോഗ്യത്തോടെ നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതിപ്പം ഈ 50-ഉം 60-ഉം ഒക്കെ ആയിട്ടുള്ളവർക്ക് അതിനേക്കാൾ കൂടുതലുണ്ട് ബുദ്ധിമുട്ട് നടക്കാൻ. കേൾവിക്ക് യാതൊരു കുഴപ്പവുമില്ല, കണ്ണ് കാണുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ദൈവം എത്ര ശക്തമായ ആരോഗ്യം തന്ന് വളർത്തുന്നു എന്ന് ഞാൻ കാണുകയാണ്. ഞാൻ അവസാനം കണ്ടത് എനിക്ക് തോന്നുന്നു തൊണ്ടിയത്തെ വീട്ടിൽ വെച്ചായിരുന്നു. കഴിഞ്ഞ 1, 2, 3 വർഷം, എത്ര വർഷമായി? കുറച്ച് 5 വർഷമായി സഹോദരിയുടെ മരണത്തിൽ അവിടെ വന്ന് പങ്കുകൊള്ളപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ബന്ധത്തിൽ നമ്മളൊക്കെയും ആയിരിക്കുന്നു എന്നുള്ളത് യേശു തമ്പുരാൻ നമുക്ക് ഒരുക്കി തന്ന വലിയ ഒരു ക്രമീകരണമാണ്. ആയുരാരോഗ്യത്തോടെ ഇനിയും ദീർഘനാൾ ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഐ നോ ദാറ്റ് സം ഓഫ് ദീസ് യുവർ ഗ്രാൻഡ് ചിൽഡ്രൻ ആർ ഹിയർ. They don't understand me what I was saying. I was just telling the story how we were living together in Philadelphia as a good family, Malangara family. And I shared with them and they shared with me. Even eating food, sharing the prayers and living together. Even today also, last year I went to his place, Westchester, and he invited me to his home, and I had the supper with him and the family. So even now we are still continuing that relationship with your family. ടീച്ചറിൻ്റെ ആ വലിയ സഭയോടുള്ള കരുതലിനെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വലിയ സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. ഇവിടെ അച്ഛന്മാരായി വികാരിയച്ഛൻ ഉൾപ്പെടെ വന്നിട്ടുണ്ടല്ലോ, പഴയ വികാരിയച്ഛന്മാരുണ്ടല്ലോ, ബന്ധുക്കളായിട്ടുള്ള അച്ഛന്മാരുണ്ടല്ലോ, സിസ്റ്റേഴ്സ് ഉണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. ഇവരെല്ലാവരുടെയും നാമത്തിൽ മക്കളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു ഭാഗ്യം തന്നെ. അവരുടെ സാന്നിധ്യം വിളിച്ചറിയിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അഭിമന്യ പിതാവ് ഐറേനീസ് പിതാവും എന്നോടൊത്ത് കടമ്മനിട്ട ദേശത്ത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. പിതാവിൻ്റെ സാന്നിധ്യം തികച്ചും ഇത് പൂർത്തീകരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങള് പ്രാർത്ഥിച്ചു, ടീച്ചറിന് ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവരുടെയും നാമത്തിൽ വന്യപിതാവ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് അച്ഛൻ, ഞാൻ പറയുകയായിരുന്നു, അച്ഛൻ എവിടെ ചെന്നാലും അച്ഛനുണ്ടാകും. അച്ഛൻ്റെ സാന്നിധ്യം സഭയ്ക്കൊരു നിറവായിട്ട് വന്നിരിക്കുന്നു. ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, മക്കളുടെ കൊച്ചുമക്കളുടെ സാന്നിധ്യത്തിൽ
മേരി ടീച്ചറിന്, സഭയുടെ ഉത്സാഹപുത്രിക്ക് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനയും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ 2 സംഭവങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു 10-12 വർഷം മുൻപ് ഞാൻ മലേഷ്യയിൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയി. അവർ ഓർത്തഡോക്സുകാരായിരുന്നു. പക്ഷേ എൻ്റെ അളിയൻ എന്നെ ലത്തിപ്പള്ളിയിൽ കൊണ്ടുപോയി കുർബാന ചൊല്ലാനായിട്ടുള്ള സൗകര്യം തന്നു. ഞാൻ കുർബാന കഴിഞ്ഞ് കാപ്പം മാറാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അമ്മച്ചിയുടെ മൂത്ത മോന് കൂടി വന്നു. അച്ഛാ, മലങ്കര ഒരച്ഛനെ വിളിച്ചതിലുള്ള സന്തോഷവും എല്ലാം പറയണം. അത് കഴിഞ്ഞ് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ജോബ് പറഞ്ഞ പോലെ നല്ല മൃഷ്ടാന്നമായ ഭക്ഷണമൊക്കെ തന്ന്, മലേഷ്യൻ ഭക്ഷണമല്ല ഇന്ത്യൻ ഭക്ഷണമൊക്കെ തന്ന് എന്നെ സൽക്കരിച്ച് സംഭാവനകളൊക്കെ നൽകി അയച്ചു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഫലത്തിൽ നിന്നാണ് വൃക്ഷം അറിയുന്നത്. ഞായറാഴ്ചകളിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുടുംബജീവിതം ഭംഗിയായി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന മക്കൾ, അത് അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നുമാണ് ലഭ്യമാകുക. അതുപോലെ തന്നെ ഞാൻ ഫിലഡൽഫിയയിൽ ആയിരിക്കുമ്പോൾ അപ്പച്ചൻ മരിച്ചതിൻ്റെ 41 ഒരു വർഷമാണോ ഞാൻ ഇപ്പോൾ ഓർക്കത്തില്ല. ഇവരെല്ലാം ഒന്നിച്ചു കൂടി അവിടെ വന്ന് കുർബാന അർപ്പിച്ച് ശവക്കോട്ടയിൽ പോയി ശുഭപ്രാർത്ഥന നടത്തി എല്ലാം ഭംഗിയാക്കി നടത്തി. അപ്പോൾ ഇത് സഭയുടെ ജീവിതത്തിൽ, സഭാത്മകമായ ജീവിതത്തിൽ താല്പര്യമുള്ള മക്കളും കൊച്ചുമക്കളും കുടുംബവും എല്ലാം അത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും അമ്മയിൽ നിന്നാണ് പ്രധാനമായിട്ട്. അപ്പൻ സ്ഥാനമില്ലെന്നല്ല, അമ്മയാണ് ആദ്യമായിട്ട് സ്നേഹിക്കുക. ഒന്നാമത് സ്നേഹിക്കേണ്ടത് അമ്മ, രണ്ടാമത് സ്നേഹിക്കേണ്ടത് അമ്മ, മൂന്നാമത് സ്നേഹിക്കേണ്ടത് അമ്മ, നാലാമത് അപ്പനെ സ്നേഹിക്കണമെന്നാണ് ഈയിടെ ഒരു പ്രസംഗത്തിൽ കേട്ടത്. അമ്മയുടെ വളർത്തലിൽ ആണ് ഇതൊക്കെയും സംഭവിക്കുന്നത് എന്ന് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്ത് ഇവരൊക്കെയും വളരെ ഔദാര്യപൂർവ്വം പ്രവർത്തിക്കുന്നവരാണ്. സഭയുടെ ആധ്യാത്മിക കാര്യങ്ങൾ മാത്രമല്ല, ആധ്യാത്മികത നിറഞ്ഞിട്ട് സാമൂഹ്യ സേവന രംഗത്തും ധാരാളമായിട്ട് അവർ ഔദാര്യപൂർവ്വം പ്രവർത്തിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊക്കെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ സഭാപരമായ ജീവിതത്തിലും സാമൂഹ്യ രംഗങ്ങളിലും എല്ലാം ക്രിസ്തീയമായ ചൈതന്യം പുലർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കുടുംബത്തിൻ്റെ നായിക. ഇവിടെ എന്തിനാ എന്നെ ക്ഷണിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ട്, അച്ഛൻ വരണമെന്നാണ് എന്നെ ടീച്ചർ വിളിച്ച് പറഞ്ഞത്. വയസ്സായത് കാര്യം പറഞ്ഞില്ല, എന്നെക്കാൾ 3 വയസ്സിൻ്റെ എളുപ്പമേ ഉള്ളൂ. കൃത്യം ഈ ആഴ്ച തന്നെ എനിക്ക് 83 തികയുന്നത്. 80 തികഞ്ഞു എന്ന് പറയുമ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുത്. ജന്മദിനത്തിന് ആശംസ പറയുവാനല്ല, പ്രാർത്ഥിക്കാനാണ് ഞങ്ങളെ ക്ഷണിച്ചത്. എങ്കിലും രാവ് പറഞ്ഞതുപോലെ എല്ലാവരുടെയും നാമത്തിൽ ഹൃദയംഗമായ ആശംസകൾ നേരുന്നു. നല്ല ദൈവം വരുന്ന ദിവസങ്ങൾ എല്ലാം സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാവ് സംസാരിക്കാൻ ശക്തരായി എന്ന് കരുതി ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, നമ്മുടെ എല്ലാം സന്തോഷത്തിന് കൂടിവരവിനും കാരണക്കാരിയായിരിക്കും മേരി ടീച്ചർ. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ടവരെ, ഇവിടെ തൊളിക്കോട് വന്നിങ്ങോട്ട് തിരിഞ്ഞപ്പം തന്നെ ധാരാളം വാഹനങ്ങൾ വന്നു പോകുന്നു. ഈ റെസിഡൻസ് അസോസിയേഷൻകാരെല്ലാം ഇളകിയിട്ടുണ്ട്. ഇപ്പം ധാരാളം ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണത്. നാടിൻ്റെ വലിയൊരു ഉത്സവം പോലെ ഈ നാടിൻ്റെ അമ്മയുടെ ഈ ജന്മദിനം ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മക്കളും നാട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം എത്തിച്ചേരാൻ സാധിക്കുന്നവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നു.
എത്തിച്ചേരാൻ സാധിക്കാത്തവർ അവിടെ ഇരുന്ന് ആശംസകൾ അർപ്പിച്ചു ഈ ആഘോഷത്തിൽ ഭാഗഭാക്കാവുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിന് പ്രസക്തിയുള്ളത്. ഇപ്പോൾ ചില ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കും, എന്നാൽ ഇത് വളരെ സ്പോണ്ടേനിയസായി മക്കളുടെ സ്നേഹത്തിൽ നിന്നും രൂപം കൊണ്ട ആ ഒരു ആഘോഷമായി ഇത് മാറി. അത് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 മക്കളെ മാത്രമല്ല വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്, ധാരാളം മക്കളെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു അമ്മയാണ്. ബഹുമാനപ്പെട്ട വെൺമാനത്തേക്ക് ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് വന്നപ്പം പറയുമായിരുന്നു, ഈ അമ്മയിൽ നിന്നും അനുഭവിച്ച സ്നേഹവും നൽകിയിട്ടുള്ള ആ പിൻബലവുമെല്ലാം ടീച്ചർ അധ്യാപക ദമ്പതികൾ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടം മുതലേ ഈ കുടുംബവുമായി അടുത്ത് ഇടപഴകാൻ എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ 2 കുടുംബങ്ങളും നെടുഞ്ചേരി കുടുംബമായാലും നമ്മുടെ മുക്കൂട്ടുമണ്ണിൽ കുടുംബമായാലും ഈ 2 കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നെടുഞ്ചേരി കുടുംബമായി ഞങ്ങളെല്ലാം പിതാവായാലും തുണ്ടിയത്തച്ഛനായാലും അങ്ങനെ ഞങ്ങളൊക്കെ ഈ കുടുംബവുമായി വളരെ ബന്ധപ്പെട്ട കുടുംബമാണ്. പ്രദേശത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബം എന്നുള്ള നിലയിലും പൊതുസമൂഹവുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു കുടുംബം എന്നുള്ള നിലയിലും ആ കുടുംബത്തിൻ്റെ കുലീനതയും നന്മകളുമൊക്കെ ഈ അമ്മയിൽ എപ്പോഴും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മുക്കൂട്ടുമണ്ണിൽ കുടുംബത്തും ഈ 2 കുടുംബവും ഒന്നു ചേർന്നപ്പോഴുണ്ടായ ആ ഒരു മനോഹരമായ ആ ഒരു വർണ്ണപ്രപഞ്ചമാണ് ഈ മക്കളിലൂടെ നമുക്ക് പ്രകടമായി തീരുന്നത്. ഈ പുനലൂർ പ്രദേശത്തുള്ള ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നും എനിക്ക് ഇവിടെ എടുത്തു പറയാൻ സാധിക്കും. കാര്യങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ സ്വാമി സെമിനാരിയിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ കൂടുതൽ അടുത്ത് ഇടപഴകാൻ അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്വാമിയെപ്പറ്റി പറയുന്നത് ഷൗമേൽ സാറ് സെമിനാരിയിൽ വന്നതാണ്. അപ്പോൾ ഷൗമേൽ സാർ സെമിനാരിയിൽ നിന്ന് പോയപ്പോൾ ഒരു മകനെ സെമിനാരിൽ വിടാം എന്ന് തീരുമാനിച്ചു. സ്വാമി പോയപ്പോൾ സ്വാമിക്ക് ദൈവം 3 ആമക്കളെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഏതായാലും അതൊരു പ്രതീക്ഷ പുലർത്തിക്കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഏതായാലും അച്ഛന്മാർ കുടുംബത്തിൽ നിന്നുമുണ്ട്, എന്നാൽ ധാരാളം അച്ഛന്മാരെ വളർത്തിക്കൊണ്ട് വന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം എന്നുള്ളത് യാതൊരു സംശയമില്ലതാണ്. ഇവിടെ മുൻ വികാരിമാരായിട്ടുള്ള അച്ഛന്മാർ, പ്രത്യേകിച്ച് പുലിമറ്റത്തച്ഛനൊക്കെ ഉണ്ട്. ഒരു അമ്മയുടെ സ്നേഹം എത്രയോ അച്ഛന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഇടവക കൂട്ടായ്മയിൽ നേതൃത്വം നൽകാൻ വേണ്ടി വരുന്ന അച്ഛന്മാർക്ക് ഏത് കാര്യം വരുമ്പോഴും ഒരാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ടീച്ചറുടെ നേരെ ഒന്ന് നോക്കും. ആ ടീച്ചർ ഉടനെ ആ കാര്യം അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പതിവാണ് ഇവിടെ നിലനിന്നിരുന്നത്. അതുകൊണ്ട് ഈ പുനലൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അവിടെ കുരിശിൻ്റെ വഴിക്കായാലും അവിടെ ഏതെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്യേണ്ടതുണ്ട് എന്ന് വരുമ്പോൾ ഒരു പടം വാങ്ങിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും പൂജാപാത്രങ്ങൾ വാങ്ങിക്കണം. ഏത് കാര്യങ്ങൾ വരുമ്പോഴും മുമ്പിൽ നിന്നുകൊണ്ട് അത് ഏറ്റെടുക്കുകയും അത് മക്കളെ ഓരോരുത്തരെ ഏൽപ്പിച്ച് അവർക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടത്തക്കവണ്ണം വിളിച്ചു പറഞ്ഞ് അത് ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അത് ഈ കുടുംബത്തിനും വളരെ അനുഗ്രഹകരമായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാതൃത്വത്തിൻ്റെ ആ ഒരു ശക്തി, അപ്പോൾ അത് ഒരു കുടുംബത്തിൽ നിന്നും വളർന്ന് ഒരു പ്രദേശം മുഴുവനും അത് വികസിച്ചു എന്നുള്ളതാണ് ടീച്ചറിൻ്റെ ഈ മാതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് പ്രസവിച്ച് വളർത്താത്ത മക്കളെ ധാരാളമായി വളർത്തുന്ന ഒരമ്മ എന്നുള്ള നിലയിലാണ്
അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈദികരെയും സന്യസ്തരെയും അവരെ സ്നേഹിച്ച് പോഷിപ്പിച്ച് വളർത്താനും അവരുടെ ആവശ്യങ്ങളിൽ ഏത് തരത്തിലുള്ള ആവശ്യങ്ങളായാലും ആ ആവശ്യങ്ങളിൽ പിൻബലം നൽകി അവരെ നിലനിർത്താനും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കും. അപ്പം അത് ഈ ആത്മാക്കളെ പറ്റിയുള്ള പ്രത്യേകമായ ഒരു തീഷ്ണത, ഒരു ഡിലിജൻ്റ് ആയിട്ടുള്ള ഒരു പ്രേക്ഷിതയുടെ, ഒരു വിശ്വാസിനിയുടെ ഒരു സമീപനമാണ്. ഈ ഇപ്പോൾ 80 വയസ്സായി. കഴിഞ്ഞ 1-2 വർഷം മുമ്പ് വരെയും സൺഡേ സ്കൂളിൻ്റെ ആയാലും മറ്റ് സംഘടനകളുടെ ആയാലും ജില്ലാ ഭാരവാഹി എന്നുള്ള നിലയിലും അതിൻ്റെ കണക്കുകൾ ശരിയാക്കുന്നതിനായാലും കൃത്യമായി അതിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന കാര്യത്തിലായാലും വളരെ ഡിലിജൻ്റായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് അതിനെല്ലാത്തിനൊരു കൃത്യതയുണ്ട്. അച്ഛന്മാരെ കാര്യങ്ങളെല്ലാം ഓർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ആ ഒരു പ്രത്യേകത പുലർത്തിയത്. അതുകൊണ്ട് സൗമ്യൻ സാറിൻ്റെ ഒരു വേർപാടിന് ശേഷവും ആ വേർപാടിൻ്റെ ആ ഒരു വേദനയിൽ നിന്ന് പെട്ടെന്ന് വിടുതൽ നേടാൻ ഇടയായി തീർന്നത് ധാരാളം മക്കളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമായി വലിയൊരു സമൂഹം ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം സിമ്മി പഠിക്കുന്ന കാലം മുതലേ, മലയാളം കോളേജിൽ അവിടെ പഠിക്കുന്ന കാലം മുതലേ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കാലം മുതലേ എനിക്ക് അറിയാം. സണ്ണിയെയും സാലിയെ എനിക്ക് അത്രയും അടുത്ത് പരിചയമില്ല, ഇടപഴകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ 4 പേരും വിദേശത്താണെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ പോയി താമസിക്കുമ്പോൾ എന്താണ് മത്സ്യം കരയ്ക്ക് പിടിച്ചിട്ടതുപോലെ ഒരു അനുഭവത്തിലാണ്. യഥാർത്ഥത്തിൽ വേരുകളെല്ലാം ഇവിടെയാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു ബന്ധം ഇങ്ങനെ നിലനിർത്തുമ്പോഴും, മക്കളോടുള്ള വലിയ സ്നേഹം നിലനിർത്തുമ്പോഴും ഈ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഈ ഒരു മാതൃത്വത്തിൻ്റെ സന്തോഷം അനുഭവിക്കാനും അനേകരെ സഹായിക്കാനുമുള്ള ആ ഒരു താല്പര്യമാണ് ഈ അമ്മ എപ്പോഴും പുലർത്തിയിട്ടുള്ളത് എന്നുള്ളതും ഈ അവസരത്തിൽ പ്രത്യേകിച്ച് അനുസ്മരിക്കുകയാണ്. ഇപ്പം സഭയുടെ ഉത്സാഹപുത്രി എന്ന് അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. സഭയുടെ ഉത്സാഹപുത്രി എന്ന് പറയുമ്പോൾ പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ട് വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല. സഭ എന്ന് പറയുന്നത്, ഇപ്പോൾ പുനലൂരിലെ സഭ എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരെയെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു ഭവനമാണ്, ഒരു കുടുംബ അന്തരീക്ഷം, ഒരു കുടുംബമാണ്. ആ നിലയിൽ ഈ ഇടവകയിലുള്ള 170 ഭവനങ്ങൾ, ആ ഭവനങ്ങൾക്ക് 160 ഭവനങ്ങൾ, ആ ഭവനങ്ങൾ മാത്രമല്ല ഈ പ്രദേശത്തെ മുഴുവനും ഒരു വിശ്വാസത്തിൻ്റെ, ആ വിശ്വാസം നൽകുന്ന ആ ഒരു ചൈതന്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണാനും സ്വീകരിക്കാനും സാധിക്കുന്നു എന്നുള്ളത് ആ നിലയിലുള്ള ഒരു ശുശ്രൂഷയാണ് ഇവിടെ നിറവേറ്റിക്കൊണ്ടിരുന്നത്, ഒരു അൽമായ പ്രേക്ഷിത എന്നുള്ള നിലയിൽ. അപ്പം അത് മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അൽമായ പ്രേക്ഷിതത്വമാണ്. ആ പ്രേക്ഷിതത്വത്തിൻ്റെ മനോഹരമായ ഒരു മാതൃകയായി ടീച്ചറിനെ എടുത്ത് കാണിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം സഭയിൽ നമ്മൾ എണ്ണപ്പെട്ട ചില വ്യക്തികൾ, പ്രത്യേകിച്ചും അമ്മമാരുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിൽ നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തികളെ തേടുമ്പോൾ നമുക്ക് കൈവിരലിൽ എണ്ണാവുന്ന വ്യക്തികളിൽ ആദ്യം എണ്ണപ്പെടുന്ന ആ ഒരു നാമം മേരി ടീച്ചറിൻ്റെതാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം അഭിമാനകരമായിട്ടുള്ളത്. ആ നിലയിലുള്ള ഒരു അംഗീകാരമാണ് ഇവിടെ ഉത്സാഹപുത്രി എന്നുള്ള ആ ഒരു പേര് നൽകിക്കൊണ്ട്, ഒരു പദവി നൽകിക്കൊണ്ട് അംഗീകരിക്കുന്നതിലൂടെ ചെയ്തത്. അതിന് ഏറ്റവും അധികം അർഹിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഒരു അംഗീകാരം എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അത് ഇതുവരെ ചെയ്ത ആ പ്രവർത്തനങ്ങൾക്ക് സ്വർഗം നൽകിയ ഒരു അംഗീകാരം എന്നുള്ള നിലയിലും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള ആ ഒരു ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം പകരുന്നതിന് വേണ്ടി കൂടിയുമാണ് എന്നുള്ളതും അതിൽ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. ഇവിടെ അഭിനന്ദ പിതാവ് സംസാരിച്ചതെല്ലാം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല.
പിന്നെ പിതാവ് പലതരത്തിലുള്ള കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നെടുഞ്ചേരി കുടുംബവുമായുള്ള ബന്ധത്തിലൂടെയും അമേരിക്കയിലുള്ള ബന്ധത്തിലൂടെയും ഈ മക്കളുമായുള്ള ബന്ധത്തിലൂടെയും എല്ലാം അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇഗ്നേഷ്യസിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ ഏറ്റവും അടുത്ത, അപ്പോൾ നമ്മൾ ഒരു വര വരയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സർക്കിൾ മാത്രമാണ് ഇവിടെ ഒന്നിച്ചു കൂടാൻ ഇടയായിട്ടുള്ളത്. നമുക്ക് എത്തിച്ചേരേണ്ട എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ടീച്ചറിനെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ടീച്ചറിൽ നിന്നും ധാരാളമായി സഹായങ്ങൾ സ്വീകരിച്ച, വ്യത്യസ്തമായ രീതിയിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുള്ള അനേക